പവർ ബാങ്ക് വീടുകൾക്കകത്ത് ചാർജിനിട്ട് പുറത്തു പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലുള്ളാവുന്ന ആളുകളാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാഹചര്യവും അപകടാവസ്ഥയും കൂടി ഇതിലുണ്ട് എന്നുള്ളത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നു. ഈ വീട്ടുകാരൊക്കെ തന്നെ പുറത്തു പോയതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ് അബൂബക്കർ സിദ്ദീഖും പറയുന്നത്. കുറേ കാലം വർഷങ്ങളോളം വാടക വീട്ടിൽ താമസിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് അടുത്ത കാലത്താണ് ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ച വീടിലേക്ക് താമസം മാറിയത്. ആ വീടാണ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൽ വീടിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖിന്റെ വീടാണ് ഇപ്പോൾ ഈ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. താങ്ക് യു അഷ്കർ. ഇത് പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിച്ച് ഈ വാർത്ത കാണണം. പവർ ബാങ്ക് ചാർജ് ചെയ്യാനിട്ടു, അത് പൊട്ടിത്തെറിച്ചാണ് ഒരു വീട് മുഴുവൻ കത്തിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ പലപ്പോഴും സാധാരണ ഇതൊന്നും ഓർമ്മിക്കാതെ രണ്ട് കാര്യങ്ങൾ ചെയ്യും. തെറ്റായ കാര്യമാണ്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മൊബൈലിൽ ചാർജ് ചെയ്യാനിടും. നമ്പർ 1 ഒഴിവാക്കണം. നമ്പർ 2 അതിലും കൂടുതൽ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് പവർ ബാങ്ക്. പവർ ബാങ്ക് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചാർജ് ചെയ്തിട്ട് മിക്കവാറും കിടന്നുറങ്ങി രാവിലെ എടുത്തുകൊണ്ട് പോകലാണ് പതിവ്. പക്ഷേ ആ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് കത്തിപ്പോയൊരു അനുഭവമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ, നിങ്ങളുടെ നിരീക്ഷണത്തിൽ 1-2 മണിക്കൂർ നിങ്ങൾ ഉള്ളപ്പോൾ മാത്രം പവർ ബാങ്ക് ചാർജ് ചെയ്യാനിടുക. അതേപോലെ മൊബൈൽ ഫോണും രാത്രിയിൽ കുത്തിവെച്ചിറങ്ങുന്ന ശീലമുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കണം. എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെയൊക്കെ ബാറ്ററിയും കൊണ്ടോ ഒക്കെ പൊട്ടിത്തെറിച്ച് തീ പിടിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ അശ്രദ്ധ കൊണ്ട് അതൊരിക്കലും സംഭവിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക.